രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചില്ല. രണ്ടാമത്തെ കേസിൽ തിരിച്ചടിയായിരിക്കുന്നു. അറസ്റ്റ് തടഞ്ഞിട്ടില്ല കോടതി. ഈ കേസിൽ അറസ്റ്റ് തടയുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തു വരാമായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ തിരിച്ചടി ഉണ്ടാവുന്നതോടുകൂടി ഒളിവിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കോടതിയിൽ നിന്നുണ്ടായ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. ശ്യാം ദേവരാജിലേക്ക് പോകുന്നു. ശ്യാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പല വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരാതിയാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന പരാതിയാണ്. കൂടുതൽ വിവരങ്ങളൊന്നുമില്ല, ഈ മൊഴിയില്ല, പരാതിക്കാരി ആരാണെന്ന് വ്യക്തമല്ല എന്ന വാദങ്ങളെല്ലാം ഉന്നയിച്ചപ്പോഴും കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കുറ്റകൃത്യം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് കോടതി ചോദിച്ചു. 0 FIR രജിസ്റ്റർ ചെയ്യാമല്ലോ എന്നും ചോദിച്ചു. ഒപ്പം തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു, പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിക്കണമെന്നുള്ളത്. അങ്ങനെ ആ പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണല്ലോ അല്ലേ കോടതി അറസ്റ്റ് തടയുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ശ്യാം ദേവരാജ്. റോഷ്നി, അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്ന ഒരു നിലപാടാണ് ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 7 നിന്ന് പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയണം എന്ന ആവശ്യമാണ് ഇന്ന് അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. ഈ ജാമ്യാപേക്ഷയുടെ പ്രത്യേകത, ഇന്നാണ് ഈ ജാമ്യാപേക്ഷ വരുന്നത്. സാധാരണഗതിയിൽ ഒരു സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ ഇന്ന് നൽകിയാൽ അത് നാളെ ആയിരിക്കും പരിഗണിക്കാൻ വെക്കുക. പക്ഷേ ഇത് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഇന്ന് കോടതിയിൽ അഭിഭാഷകൻ ഉന്നയിച്ചു. അങ്ങനെ ഒരു അപേക്ഷയും നൽകി. രണ്ടാമത്തേതാണ് അറസ്റ്റ് തടയണമെന്ന രണ്ടാമത്തെ ആവശ്യവും കൂടി ഉന്നയിച്ചു. അങ്ങനെയാണ് ഇത് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ വേണ്ടി വരുന്നത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 7ന്റെ പരിഗണനയ്ക്കാണ് ഈ കേസ് വന്നത്. അങ്ങനെ പരിഗണനയ്ക്ക് കേസ് വരുമ്പോഴാണ് അറസ്റ്റ് തടയണമെന്ന ആവശ്യം അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങൾ കൂടി ഞാൻ പറയാം. അത് പരാതിക്കാരിയുടെ പേരോ സംഭവ സ്ഥലമോ ഈ പരാതിയിൽ വ്യക്തമല്ല. ഈ ഇമെയിൽ ID-യിലൂടെയും ഈ പരാതിക്കാരിയുടെ പേരിൽ ഒരു വ്യക്തത വരുന്നില്ല. സംഭവത്തെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാത്ത പരാതിയാണ് ഇത്. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പരാതിയാണ്. മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന പരാതിയാണ് എന്നടക്കമുള്ള വാദങ്ങൾ കോടതി ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, പാലക്കാട് MLA ആണ്. ഇതൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന വാദവും കൂടി അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇതിൽ ഈ ആവശ്യത്തെ അതുകൊണ്ട് അറസ്റ്റ് തടയണമെന്ന ആവശ്യമാണ് കോടതിയിൽ അഭിഭാഷകൻ ഉന്നയിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ അറസ്റ്റ് തടയാനാകുമോ, അറസ്റ്റ് തടയരുത് എന്ന ശക്തമായ നിലപാട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസല്ല എന്നതാണ്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതിന് പറയാനുള്ള കാരണം KPCC പ്രസിഡന്റാണ് ഇമെയിൽ വഴി ഒരു പരാതി ലഭിച്ചത്. ആ പരാതിയാണ് KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. അതിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷനാണ് ഈ പരാതി പോലീസിന് കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന നിലപാട് കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്നു. മാത്രമല്ല പോലീസ് റിപ്പോർട്ട് പരിഗണിക്കാതെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം പരിഗണിക്കരുത്. പോലീസ് റിപ്പോർട്ട് വായിക്കാതെ, പോലീസ് റിപ്പോർട്ടിനെ കേൾക്കാതെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗം കേൾക്കാതെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം പരിഗണിക്കരുത് എന്നുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഇത് തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റണം എന്ന ആവശ്യവും കൂടി കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. തുടർന്നാണ് തിങ്കളാഴ്ച കോടതി ഇത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് റിപ്പോർട്ട് കൈമാറണമല്ലോ അല്ലേ? അതിൽ പരാതിക്കാരുടെ സഹകരണം അത് അത്യാവശ്യമാണ്, മൊഴിയെടുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ശേഷം പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച ഒരു തീരുമാനം കോടതി അറിയിക്കുക. റോഷ്നി, അങ്ങനെ തന്നെയാണ്. തിങ്കളാഴ്ചയിൽ ഈ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യത്തിലാണ് കോടതി ഒരുപക്ഷെ തിങ്കളാഴ്ച തീരുമാനമെടുക്കുക. ഇതിൽ ഞാൻ പറയുന്നത്, അതായത് കോടതി ഇന്ന് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. അത് അങ്ങേയറ്റം നിർണായകമായ കാര്യമാണ്. അതായത് ഇതിന്റെ സമയത്തെക്കുറിച്ച്, ഈ സംഭവം എന്ന് നടന്നു എന്നതിനെപ്പറ്റി വ്യക്തതയില്ല എന്നൊരു ആക്ഷേപം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുകയാണ്. അതിന് കോടതി തന്നെ നൽകുന്ന മറുപടി, ലൈംഗിക അതിക്രമ കേസുകളിൽ പരാതി നൽകാൻ കാലതാമസം ബാധകമല്ലല്ലോ എന്നൊരു ചോദ്യം കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടലിനോട് ഉന്നയിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടലിന്റെ അഭിഭാഷകനോട് ഉന്നയിക്കുകയാണ്. അതായത്
അത്തരമൊരു വാദം പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്നൊരു വാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി തന്നെ പറയുന്നത്, വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ സീറോ എഫ്ഐആർ, ഇതിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നത് ഇതൊരു സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു, അതൊരു ഗൗരവതരമായ കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള അറിവായതുകൊണ്ടാണ് അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല കുറ്റകൃത്യം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുണ്ട് എന്ന കാര്യമാണ് ശ്യാം ദേവരാജാണ് വിശദീകരിക്കുന്നത്. ആ റോഷിവാലിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. റോഷിവാൽ, 10ാമത്തെ ദിവസം ഒളിവിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമോ, ഇന്ന് വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1ാമത്തെ കേസിലെ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളൂ. ഇതാ ഇപ്പോൾ 2ാമത്തെ കേസിൽ, ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയുന്നില്ല കോടതി. അറസ്റ്റ് ചെയ്യാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഇനി പുറത്തു വരാനുള്ള സാധ്യതയില്ല അല്ലേ? റോഷ്നി, 2ാമത്തെ കേസിൽ ഇപ്പോൾ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ കഴിയാനാണ് സാധ്യത. ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയായിരിക്കില്ല. 2ാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിജീവിതയുടെ മൊഴി ഏറെ വൈകാതെ തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ നീക്കം ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ ആ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ കഴിയും. കാരണം ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പോലീസും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു, മാനഭംഗപ്പെടുത്തി, അങ്ങനെ ഒട്ടേറെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തെന്ന കാര്യം അത് പൊതുമധ്യത്തിലുണ്ട്. ഒപ്പം പോലീസിന് അതേക്കുറിച്ച് കൃത്യമായ ധാരണയുമുണ്ട്. ആ പെൺകുട്ടികളൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അതിക്രമം ഭയന്ന് പോലീസിൽ നേരിട്ട് പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ്. അതാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏക ആശ്വാസവും. കാരണം സൈബർ ആക്രമണം തുടക്കം മുതൽ തന്നെ ഉണ്ടായി. ആദ്യം പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പെൺകുട്ടിക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം. ആ പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കം, വിവാഹ ചിത്രങ്ങളടക്കം നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിച്ചു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ ആ പ്രചരണത്തിന് നേതൃത്വം നൽകിയപ്പോൾ മറ്റുള്ളവർ, ഈ പീഡനത്തിന് വിധേയരായ അതിജീവിതമാർ, അവർ പുറത്തേക്ക് വരാൻ അവർ ഭയപ്പെട്ടു. ഈ കാര്യം KPCC നേതൃത്വത്തിന് 2ാമത്തെ പരാതിയായി നൽകിയ അതിജീവിത ആ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നിയമ നടപടിക്ക് താൻ തയ്യാറല്ലെന്ന് ആ കുട്ടി പറയുന്നു. അതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംഘത്തെ തനിക്ക് ഭയമാണ്, സൈബർ ആക്രമണത്തെ ഭയമാണ്, തന്റെ സ്വകാര്യത ഹനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഏതെങ്കിലും തരത്തിൽ ചിത്രങ്ങൾ പുറത്തേക്ക് പോകും, തന്നെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന തരത്തിലേക്ക് ഈ പ്രതികളും സംഘങ്ങളും പരിചയപ്പെടുത്തും, അത് തന്റെ വ്യക്തിജീവിതത്തെ ബാധിക്കും. ഇതാണ് ഭയം. ഈ കാര്യമാണ് പെൺകുട്ടി പോലീസ് സംഘത്തോടും പറയുന്നത്. അതുകൊണ്ടാണ് പെൺകുട്ടി മൊഴി നൽകുന്നവർക്കും കാലതാമസം വരുന്നത്. മാനസികാഘാതത്തിലാണ് പെൺകുട്ടിയും. ആ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിലുണ്ടായ ദുരനുഭവം, ആ അനുഭവത്തിലുണ്ടായ മാനസികാഘാതത്തിൽ നിന്നും ഇതുവരെ മുക്തമായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ, ഒന്നിൽ കൂടുതൽ പേർ, അവർക്ക് പരാതി നൽകാനുള്ള വിമുഖത, അത് ഈ ഭയമാണ്. ആ ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലികമായെങ്കിലും രക്ഷയാകുന്നത്. പക്ഷേ പോലീസ് ആ തരത്തിൽ എങ്ങനെ അത് അതിജീവിക്കും എന്നത് പോലീസും ആലോചിക്കും. കാരണം ഒരു കുറ്റവാളി ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടാൽ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകുമെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് 2ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയാമെന്ന ആവശ്യം അത് കോടതി തള്ളുമ്പോൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ ദിവസം കൂടി ഒരുപക്ഷെ ഒളിവിൽ തന്നെ കഴിയേണ്ടി വരും.